ഹലോ, ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു പച്ചടി ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന സാധനമല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ലോക്കി എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിൽ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാറ്? നല്ല കുമ്പളങ്ങ അല്ലെങ്കിൽ കർമൂസ്, അത് പപ്പായ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കാറ് നാട്ടിൽ. എന്നാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഇതൊന്നും കിട്ടാൻ വളരെ സാധ്യത കുറവായതിനാൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ് പച്ചക്കറി ലോക്കി. നമുക്ക് ഈ ലോക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ലോക്കി ഞാൻ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് 2-3 അല്ലി പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവാൻ വെച്ചു. പിന്നെ അതിന് അത്യാവശ്യം നമുക്ക് വേണ്ടത് തേങ്ങ ചിരകലാണ്. കുറച്ച് തേങ്ങയും ചിരവി അതിൻ്റെ കൂടെ 2-3 അല്ലി 2-4 പീസ് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്മൂത്ത് പേസ്റ്റായിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് ഇതിൽ മെയിനായിട്ട് നമ്മുടെ തൈര്, ദഹി. ഇവിടെ നമ്മൾ ദഹി എന്നൊക്കെ പറയും, നാട്ടിലെ തൈര്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കി ഏകദേശം തണിഞ്ഞ് വന്നിട്ടുണ്ട്, അതായത് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ആ വീഡിയോ ഇതിലേക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് സൈഡിലേക്ക് നമ്മളിത് മാറ്റി വെക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്കിതിലേക്ക് വറവിടണമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, അതിൻ്റെ കൂടെ കുറച്ച് കടുക്, പിന്നെ നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇന്ന് കിട്ടിയില്ല കേട്ടോ, കറിവേപ്പില തീർന്നു പോയി. അതും കൂടി ചേർത്ത് നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.